പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ധ്യാനത്തിൻ്റെ സമാപന അഭിഷേക പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മുഴുവനുമായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാവർക്കും എന്തെങ്കിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രകടമായിട്ട് കാണുന്നത് ഒന്ന്, പക്ഷെ പ്രകടമല്ലാതെ നിങ്ങളിത് എക്സർസൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളിൽ ആ ഭയം മാറി നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈ വിളിയുണ്ട് പ്രാർത്ഥിക്കാനും. പരിശുദ്ധാത്മാവ് അത്രയ്ക്ക് ലിബറലാണ്. പരിശുദ്ധാത്മാവ് എല്ലാവരിലും പ്രവർത്തിക്കുന്നുണ്ട്, ഒരു പക്ഷപാതവുമില്ലാതെ. ക്രിസ്ത്യാനികളിൽ മാത്രമല്ല അക്രൈസ്തവരിലും പ്രവർത്തിക്കുന്നുണ്ട്. മാമോദീസ സ്വീകരിക്കാത്ത ആൾക്കാർ ഇപ്പോൾ നമ്മൾ സ്കൂളുകളിൽ സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ? അതാണ്, അക്രൈസ്തവരിൽ പോലും പരിശുദ്ധാത്മാവ്, മാമോദീസ സ്വീകരിക്കാത്തവരിൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നു. അത്രയ്ക്ക് സുലഭവും ജനറസ് ആയിട്ടാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അപ്പം ഞാനിത് നിങ്ങളെ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി, ഇറ്റ് ഈസ് സോ ഈസി. പക്ഷേ യു ഹാവ് ടു പ്രാക്ടീസ്. നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം ഇത്തിരി ഭയം ഉണ്ടാവും. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അയ്യോ ഇതൊക്കെ എനിക്ക് കിട്ടുമോ? പക്ഷേ കൈവച്ചപ്പോഴേക്കും ദേ കാണാൻ തുടങ്ങി. ഇനി അതിൻ്റെ വിവിധ സ്റ്റെപ്പുകളാണ് ആക്ച്വലി. ഇതിനെ മുഴുവനും പഠിക്കണമെങ്കിൽ വേറൊരു 5 ദിവസം ഒരു ധ്യാനമാണ് കാരിസം റിട്രീറ്റ് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ യൂട്യൂബ് സൈറ്റിൽ തോമസ് പോൾ കൊടിയൻ എന്ന് സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിൽ. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ യൂട്യൂബൊക്കെ ഉള്ള ആളുകൾ ആ യൂട്യൂബിൽ കയറിയാൽ തോമസ് പോൾ കൊടിയൻ എന്നടിച്ചാൽ 10,000-ഓളം വീഡിയോസ് വരും അതിനകത്ത്. പക്ഷേ അതിൻ്റെ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ ധ്യാനങ്ങളെ നമുക്ക് സെലക്ട് ചെയ്യാം. കാരിസം റിട്രീറ്റ് സെലക്ട് ചെയ്യാം, അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ ധ്യാനങ്ങൾ നിങ്ങൾ കേൾക്കുകയോ അതിൻ്റെ കാസറ്റ് ചോദിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ CD ആക്കി വേണമെങ്കിൽ തരാം. അങ്ങനെ അത് കേട്ട് അതിൻ്റെ കുറേ കൂടി പ്രബോധനങ്ങളൊക്കെ പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് വളരണം. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ശാന്തമായി ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് നമ്മളിങ്ങനെയാണ് ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ. നമ്മളിപ്പോൾ ഉള്ള പ്രാർത്ഥനയിൽ വരദാനങ്ങളുടെ അഭിഷേകത്തിന് വേണ്ടി അല്ല നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. അത് നമ്മളിലുണ്ട്, അതിപ്പോൾ അഭിഷേകമായി. നിങ്ങൾ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും അഭിഷേകമായിക്കൊള്ളുന്നത്. നമ്മൾ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ വാസ്തവത്തിലൊരു പുതിയ സൃഷ്ടിയാവുന്നതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ പുതിയ സൃഷ്ടിയാകുക, യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നയിക്കുന്ന വ്യക്തിയായി മാറുക. അതിനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തെ പുതിയതാക്കി മാറ്റണം. ആ രീതിയിൽ നിങ്ങൾ ദാഹിക്കുക. ഈശോനെ എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിച്ച് പ്രാർത്ഥിക്കും. നിങ്ങൾ ഇവിടെ ഈ ഫ്രണ്ടിലുള്ള റോയിൽ ഇങ്ങനെ വന്ന് മുട്ടുകുത്തുകയോ, അതല്ലേ നല്ലത്. ഞാൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ വേറൊരു വശം, നിങ്ങൾ ലൈനായിട്ട് വരിക, ഞാൻ പ്രാർത്ഥിക്കാം. ഏതാ വേണ്ടേ? നിങ്ങൾ ലൈനായിട്ട് വരികയാണ് നല്ലതല്ലേ? എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലൈനായിട്ട് വന്ന് നിങ്ങളിവിടെ വന്ന് മുട്ടുകുത്തുക ഈശോയുടെ മുമ്പിൽ. ഞാനിങ്ങനെ സൈഡിൽ നിന്ന് പ്രാർത്ഥിച്ചോളാം. ദാറ്റ് വുഡ് ബി മോർ ബെറ്റർ. ശ്രദ്ധിച്ചോ? ഈശോനെ എഴുന്നള്ളിച്ച് വയ്ക്കും. ഈശോയുടെ മുമ്പിൽ നിങ്ങൾ ലൈനായിട്ട് വന്ന് ഇവിടെ വന്ന് ഈശോയുടെ മുമ്പിൽ നിങ്ങൾ മുട്ടുകുത്തുന്നു. ഞാൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ആണ് നമ്മളെ അനുഗ്രഹിക്കുന്നതും നമ്മളെ അഭിഷേകം ചെയ്യുന്നതും നമ്മളെ പുതിയ സൃഷ്ടിയാക്കുന്നതും. ഓക്കെ, അങ്ങനെ ചെയ്യാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. വരാം.